എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതായത് രണ്ടാകൃതി സമവാക്യം, ആ അധ്യായത്തിലെ നെക്സ്റ്റ് ഒരു ടൈപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം ടൈപ്പ് 1 എന്ന പേര് പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു. ഏതായിരുന്നു അത്? ടൈപ്പ് 1. യെസ്, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അല്ലെ, വർഗം പൂർത്തീകരിക്കുക, വർഗത്തികവ് സ്ക്വയർ കംപ്ലീറ്റ് ആക്കിയിട്ട് എക്സിന്റെ വാല്യൂ ആണ്. അതാണ് ടൈപ്പ് 1 നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് 2 ആണ്. സെക്കൻഡ് ഡിഗ്രിയിൽ വരുന്ന ഒരു ഇക്വേഷന് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതാണ് രണ്ടാമത്തെ ടൈപ്പിൽ വരുന്നത്. അത് പോളിനോമിയലുമായി എന്താ ബന്ധം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ സബ് ഹെഡിങ് ആയിട്ട് ടെക്സ്റ്റിൽ കിടക്കുന്നത് ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്നാണ്. അതായത് സമവാക്യങ്ങളും ബഹുപദങ്ങളും. എന്താണ് ഇവിടെ പോളിനോമിയൽസ് വരാൻ കാരണം? നമ്മൾ പോളിനോമിയൽസ് എവിടെയാ പഠിച്ചത്? നമ്മുടെ 9ാം ക്ലാസ്സിൽ 9ാമത്തെ അധ്യായമായിട്ട് പഠിച്ചാണ് അല്ലെ, അതായത് ബഹുപദങ്ങൾ എന്നുള്ള ചാപ്റ്റർ. അവിടെ നമ്മൾ പോളിനോമിയൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരുന്ന ഓർമ്മയുണ്ടോ? എക്സിലുള്ള ഒരു പോളിനോമിയൽ ആണെങ്കിൽ പി ഓഫ് എക്സ് അല്ലെ, വൈയിലാണെങ്കിൽ പി ഓഫ് വൈ. അവിടെ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എല്ലാ ടൈപ്പ് പോളിനോമിയൽസും നമ്മൾ പരിചയപ്പെട്ട. ഇവിടെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഒരു പോളിനോമിയൽ ഈ ചാപ്റ്ററുമായി എങ്ങനെ കണക്ഷൻ ഉള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു പോളിനോമിയല് ശ്രദ്ധിക്കുക. പി ഓഫ് എക്സ് എന്നാണ് നമ്മൾ കൊടുക്കുക അല്ലെ. പോളിനോമിയൽ എക്സിലാണെങ്കിൽ പി ഓഫ് എക്സ് സമം 4x² പ്ലസ് 24x പ്ലസ് 11. ഇതൊരു രണ്ടാം കൃതിയിലുള്ള ഒരു ബഹുപദമാണ്, പോളിനോമിയലാണ്. ഈ പോളിനോമിയലില് എക്സിന് ഏത് വില കൊടുക്കുമ്പോഴാണ് ഈ പോളിനോമിയലിന്റെ വില 0 കിട്ടുക? അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എല്ലാ പ്രോബ്ലത്തിലും എക്സിന്റെ വില കാണാൻ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഒക്കെ ചെയ്തു. എന്താണ് ചെയ്തിരുന്നത്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ. എക്സിന് ഏത് വില കൊടുക്കുമ്പോൾ അത് 0ലേക്ക് എത്തുക ഇക്വേഷൻ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതന്നെ എക്സിന് ഏത് വില കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന്റെ ആൻസർ 0 ആവും. നമ്മൾ അങ്ങനെ മുമ്പ് ചെയ്തിരുന്നത് എക്സിന് ആദ്യം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ എന്തായിട്ടും പി ഓഫ് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 4 into 1 square plus 24 into 1 plus 11. 4 into 1 square is 1. 1 into 4 4. 24 into 1 24 plus 11. ഇത് ആഡ് ചെയ്ത 0 കിട്ടോ? ഇല്ല. That is not equal to 0. അപ്പൊ p of 1 എന്തല്ല? p of 1 not equal to 0. എന്നാൽ നമുക്ക് -1 എന്ന് കൊടുത്താലോ? -1. അപ്പൊ എന്താ കിട്ടുക? 4 into -1 square plus 24 into 1 plus 11. -1 square -1 പ്ലസ് ആയി, അപ്പോൾ 4 കിട്ടും. 24 into 1 അല്ല, സോറി, -1 ആണ് കൊടുക്കുന്നത്. 24x -1, 24 into -1 -24 പ്ലസ് 11. 11 4 15. 15 24 പോയാൽ എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. അപ്പൊ p of 1 0 അല്ല, p of -1 0 അല്ല. p of 2 കൊടുത്തു നോക്കാം, p of -2 കൊടുക്കാം, p of 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ എക്സിന് ഓരോ വാല്യൂസ് കൊടുത്തിട്ട് ഏത് വാല്യൂനാണ് ഈ പോളിനോമിയലിൽ 0 കിട്ടാതെ കണ്ടുപിടിക്കണം. അത് എളുപ്പമാണോ? എവിടെയാണ് 0 എത്താൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ 1 കൊടുക്കുമ്പോൾ 0 ആവാം, ചിലപ്പോൾ -1 കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എക്സിന് 2 വാല്യൂ ഉണ്ട്, 2 0 കിട്ടും. 2 zeros കിട്ടണമെങ്കിൽ എക്സിന് ഏതെല്ലാം വാല്യൂസ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ രീതിയിൽ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച പോളിനോമിയലിന്റെ ആശയം ഉപയോഗിച്ച് 0ലേക്ക് എത്തല് എളുപ്പമല്ല. അപ്പൊ അതിന് എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ നോക്കാം. അതായത് p of x സമം 4x² plus 24x plus 11. p of x 0 കിട്ടണം. 0 അല്ലെ, ഇതിന്റെ വില, ഈ പോളിനോമിയലിന്റെ വില ഈക്വൽ ടു എന്ത് കിട്ടണം? 0. എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇതിന്റെ വില 0 ആവുക? അതാണ് നമുക്ക് കാണേണ്ടത്. ആ എക്സിന്റെ വില കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ടൈപ്പിൽ ചെയ്ത സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ആദ്യം കോൺസ്റ്റന്റ് അപ്പുറത്തി കൊണ്ടുപോകും അല്ലെ. അപ്പൊ 4x² plus 24x equal to -11. ഇനി x² കോഎഫിഷ്യന്റ് 1 ആക്കണം. അപ്പൊ എന്ത് ചെയ്യാ? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാ സൈഡിലും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എന്ത് കിട്ടി? x² ആയി. ഇവിടെ 6x equal to -11/4. ഇനി സ്ക്വയർ കംപ്ലീഷനിൽ ഇവിടെ ഏത് നമ്പർ ആഡ് ചെയ്യേണ്ടത്? അത് ഇവിടെ ആഡ് ചെയ്യുക. ഏത് ആഡ് ചെയ്യാം? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. എക്സിന്റെ കോഎഫിഷ്യന്റ് 6ന്റെ ഹാഫ് 3 സ്ക്വയർ. ദാറ്റ് ഈസ് എന്തായി? x plus 3 the whole square. ഇവിടെയോ -11/4 plus 3 square 9. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. -11 plus 36 all divided by 4. അതായത് x plus 3 the whole square is equal to 11 -11 plus 36 25 divided by 4. Therefore x plus 3 is equal to square root of 25/4. 25/4 ആകുമ്പോൾ 5/2. എങ്ങനെയൊക്കെ ആൻസർ എഴുതണം പറഞ്ഞത് കഴിഞ്ഞ ദിവസം? യെസ്, +5/2 എഴുതാം,
5 by 2 എഴുതാം. That is x plus 3 is equal to plus 5 by 2. X plus 3 is equal to plus 5 by 2. X സമം 5 by 2 minus 3. Again cross multiplication ചെയ്യാം. 5 minus 6 divided by 2. That's equal to minus 1 by 2. അപ്പോൾ x ന് ഒരു വാല്യൂ minus 1 by 2 എന്ന് കിട്ടി. അതേപോലെ x ന് x plus 3 is equal to minus 5 by 3 കൊടുക്കുക. Sorry, minus 5 by 2 കൊടുക്കുക. So x is equal to minus 5 by 2 minus 3. Again cross multiplication ചെയ്യുമ്പോൾ minus 5 minus 6 by 2 minus 11 by 2. That is x is equal to minus 11 by 2. അതായത് x ന് രണ്ട് വാല്യൂ കിട്ടി. ഒന്ന് x is equal to minus 1 by 2, ഒന്ന് x is equal to minus 11 by 2. ഇത് രണ്ടും എന്താ പറയാ ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ. നമ്മളിവിടെ നേരത്തെ ഫസ്റ്റ് ഇതിൽ x ന് 1 ഉം 2 മൈനസ് 1 മൈനസ് 2 ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. 0 കിട്ടുന്നുണ്ടോ എന്ന് കിട്ടുമോ? കിട്ടില്ല. അതായത് ആ രീതിയിൽ നമുക്ക് ചെയ്താൽ കിട്ടാൻ എളുപ്പമല്ല. അപ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ x ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, x is equal to minus 1 by 2 കൊടുത്തു നോക്കൂ. x is equal to minus 1 by 2. അപ്പൊ എന്ത് കിട്ടും? 4 into minus 1 by 2 square plus 24 into minus 1 by 2 plus 11. 4 into minus 1 by 2 into square 1 by 2 into square 4 plus 24 into minus 1 by 2. അപ്പോൾ minus 24 divided by 2 plus 11. 4 cancel ചെയ്ത് അപ്പോൾ 1 കിട്ടി അല്ലേ. minus 2 24 12 times plus 11. ഇവിടെ 1 ഉണ്ട്, ഇവിടെ plus 11 ഉണ്ട്. എന്താ 12 ആയി. minus 12 എന്താണ് 0 കിട്ടി. അതായത് x സമം minus 1 by 2 ആകുമ്പോൾ e of x എന്നുള്ള പോളിനോമിയലിന്റെ വില 0 ആണ്. x സമം minus 11 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടും? minus 11 by 2. അതായത് p of x ന്റെ x ന്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ എന്താ കിട്ടും? 4 into minus 11 by 2 the whole square plus 24 into minus 11 by 2 plus 11. That is 4 into minus 11 the square plus 121 minus the square plus out of that 2 square 4 plus 24 into minus 11. That is 24 11 multiply ചെയ്യണം. 5 2 plus 11 4 4 cut ചെയ്തു 121 minus 2 24 2 times cancel ചെയ്യാം. Sorry, 12 times cancel ചെയ്യാം. 12 into 132 plus 11. ഇവിടെ നമുക്ക് 121 പ്ലസ് ആണ്, 11 പ്ലസ് ആണ്. രണ്ടും കൂടി പ്ലസ് ചെയ്താൽ കിട്ടും 132 മൈനസ് 132 ഈക്വൽ ടു 0. അതായത് എക്സിന് മൈനസ് 1 by 2 കൊടുക്കുമ്പോഴും അതേപോലെ എക്സിന് മൈനസ് 11 by 2 കൊടുത്താലും e of x എന്ന് പറയുന്ന പോളിനോമിയലിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എക്സിന് കിട്ടുന്ന വിലകൾ കണ്ടുപിടിക്കാൻ പോളിനോമിയൽ എന്നുള്ള കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ എളുപ്പം ഏതാണ്? ഈ നമ്മളിപ്പോ പഠിച്ച സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ്. പക്ഷേ ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലും നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൾ വരാം. ഫ്രാക്ഷൻ ഒക്കെ വരുമ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തു, ഫ്രാക്ഷൻ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി വാട്ട് ഈസ് ദി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ax² plus bx plus c. സെക്കൻഡ് ഡിഗ്രി ആയിരിക്കണം അല്ലേ. അപ്പോ x² കോഎഫിഷ്യന്റ് a ആണ്. ഈ a എന്താ വരുന്നത്? ഒരിക്കലും a not equal to 0. എന്താണ് a 0 ആയ എന്താ പ്രശ്നം? a 0 ആയ എന്താ പ്രശ്നം? a 0 ആയ 0x² എന്ന് പറഞ്ഞ ടേം 0 ആയിപ്പോ പിന്നെ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? bx plus c. അതെന്തായി? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയി അല്ലേ. അപ്പൊ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ ax² plus bx plus c. a എന്താ വരുന്നത്? ഒരിക്കലും 0 ആവരുത്. ഇത് നമ്മളിപ്പോ പഠിച്ച സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് അപ്പുറം കൊണ്ടുപോകും അല്ലേ. അപ്പൊ എന്ത് കിട്ടും? ax² plus bx equal to minus c. ഇനി x² കോഎഫിഷ്യന്റ് 1 ആക്കണമെങ്കിൽ a ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ a ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ a ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എന്താ കിട്ടും? a കട്ട് ചെയ്ത് പോയാൽ x² plus b by ax plus ഇവിടെ എന്താ ആഡ് ചെയ്യാം നോക്കാം. മൈനസ് സി ബൈ എ. ഓക്കെ, ഇവിടെ ഏത് ടൈം ആഡ് ചെയ്യേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് ഹാഫിന്റെ സ്ക്വയർ, ബി ബൈ എയുടെ ഹാഫ് ബി ബൈ 2a. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 1/2 ന്റെ ഹാഫ്
1/4. 1/4 half 1/8. Okay, അപ്പോൾ b by a half b by 2a the whole square. ഇവിടെ എന്ത് വരും? b by 2a the whole square. അപ്പോൾ എന്തായി? x plus b by 2a the whole square. അപ്പോഴത്തോ minus c by a plus b by 2a whole square b square എഴുതാം by denominator 2a. രണ്ടിന്റെ സ്ക്വയർ എഴുതണം കേട്ടോ. 2 ന്റെ സ്ക്വയർ 4, a യുടെ സ്ക്വയർ a സ്ക്വയർ. ഇവിടെ ഇത് പ്ലസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരേ ഡിനോമിനേറ്റർ ഛേദ തുല്യമാണ് അല്ലേ? ഇവിടെ a ആണ്, ഇവിടെ 4a സ്ക്വയർ ആണ്. ഇവിടെ 4a സ്ക്വയർ ആക്കാൻ എന്താ മാർഗം? ഇവിടെ ഞാനൊരു 4a ആയിട്ട് ഇൻഡ് ചെയ്താൽ പോരെ? അപ്പൊ 4a into a 4a സ്ക്വയർ ആവൂലേ? ഇവിടെ 4a ഇൻഡ് ചെയ്യണമെങ്കിൽ മുകളിൽ എന്ത് ചെയ്യണം? ഒരു 4a ആയിട്ട് ഇൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ മുകളിൽ എന്ത് കിട്ടി? 4a into minus c minus 4ac divided by 4a into a 4a square plus b square by 4a square. Denominator same ആയപ്പോൾ മുകളിലുള്ളത് പ്ലസ് ചെയ്യാം. ആദ്യം ഞാൻ b square എഴുതി കേട്ടോ. Then minus 4ac by രണ്ടിന്റെ കോമൺ ഡിനോമിനേറ്റർ ആവുമ്പോൾ ഒരെണ്ണം എഴുതിയാൽ മതി. അതായത് എന്ത് കിട്ടിയപ്പോ x plus b by 2a the whole square is equal to b square minus 4ac by 4a square. അതായത് what is x plus b by 2a? ഇതിന്റെ എന്തെടുത്താൽ മതി? സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ? അപ്പൊ എന്ത് കിട്ടും? b square minus 4ac by 4a square സ്ക്വയർ റൂട്ട് എടുക്കണം. ഈ മുകളിലുള്ളതിനെ നമുക്ക് b സ്ക്വയറിന് സ്ക്വയർ റൂട്ട് എഴുതാൻ, പക്ഷെ b square minus 4ac ഒറ്റ ടേം ആണ്. അപ്പൊ അതിന് വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് എഴുതാൻ സാധ്യമല്ല. അപ്പൊ അത് റൂട്ടിന്റെ ഉള്ളിൽ തന്നെ എഴുതാം. b square minus 4ac by താഴെ നോക്കൂ, 4a സ്ക്വയറിന് റൂട്ട് ഉണ്ടോ? യെസ്, 4 ന്റെ റൂട്ട് 2 ആണ്, a സ്ക്വയറിന്റെ റൂട്ട് a. സ്ക്വയർ റൂട്ട് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വില മാത്രം പോലെ രണ്ടെണ്ണം എഴുതണം. ഏതൊക്കെയപ്പോ എഴുതുക? പ്ലസ് ആൻഡ് മൈനസ്. അതായത് x plus b by 2a is equal to plus or minus root of b square minus 4ac all divided by 2a. അങ്ങനെയാണെങ്കിൽ what is x plus b by 2a? ഒന്നെങ്കിൽ പ്ലസ് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. നമുക്ക് കാണുന്നത് x ആണ്. x അപ്പൊ b by 2a പ്ലസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ x ഈക്വൽ ടു പ്ലസ് b by 2a അങ്ങോട്ട് പോകുമ്പോ മൈനസ് b by 2a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ നോക്കി, ഇതിന്റെ ഡിനോമിനേറ്ററും 2a, ഇതിന്റെ ഡിനോമിനേറ്ററും 2a. അപ്പൊ x ഈക്വൽ ടു എന്താ പറയാ? രണ്ടിന്റെ ഛേദം തുല്യമായതുകൊണ്ട് മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac all divided by 2a. അതായത് xന് രണ്ട് വിലകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബഹുപദത്തിന്റെ ഈ പോളിനോമിയലിന്റെ വില 0 ആവുമെന്ന് പറഞ്ഞു. ഏതൊക്കെ വിലയാണ് കണ്ടുപിടിക്കാൻ ഇനി നേരത്തെ ചെയ്ത പോലെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് മൊത്തം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇക്വേഷന്റെ വില കൊടുത്താൽ മതി. ഇതിൽ a എന്താ, b എന്താ, c എന്താ, 3 വേരിയബിളാ വരുന്നില്ലേ? ഒന്ന് a ഉണ്ട്, ഒന്ന് b ഉണ്ട്, ഒന്ന് c ഉണ്ട്. a എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഗുണോത്തരം. b എന്താ? എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ എക്സിന്റെ ഗുണോത്തരം. c എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യ. അപ്പോൾ ഒരു സമവാക്യ ഇക്വേഷനിലെ എയും ബിയും സിയും കിട്ടിയാൽ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ എക്സിന്റെ വില കാണാം. ഓക്കെ, നമ്മളിപ്പോ ഡിറൈവ് ചെയ്ത് പഠിച്ച, അതായത് വർഗം പൂർത്തീകരിച്ച് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തിയത് അല്ലേ? ആ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ഇത് നന്നായിട്ട് പഠിക്കുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇത് നിങ്ങൾക്ക് +2 +1 ഒക്കെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 4x² + 24x + 11 = 0. ഇത് ചെയ്തപ്പോൾ എക്സിന് -1/2 -11/2 ഈ രണ്ട് ആൻസർ ആണ് കിട്ടിയത് അല്ലേ? ആ ആൻസർ നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുമെന്ന് നോക്കാം. ഏത് നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ? എക്സിന്റെ വില കാണാൻ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac by 2a. ഇതിൽ എയും ബിയും സിയും എന്താ? x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് a, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് b, c എന്നുള്ളത് സ്ഥിരസംഖ്യ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇക്വേഷനിലെ എയും ബിയും സിയും എഴുതിയിരിക്കുക. a = 4, b = 24, c = 11. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ഈ റൂട്ടിന്റെ ഉള്ളിലുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഏതാണത്? b² - 4ac
അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 24 ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 24 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാ 4 ഇൻറ്റു സി എത്രയാ 11 ഈക്വൽ ടു 24 സ്ക്വയർ എത്രയാ 576 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ 4 × 4 16 16 ഇൻറ്റു 11 176 526 126 പോയാൽ 400 കിട്ടും അല്ലേ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac is equal to 400 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ x സമം മൈനസ് ബി ബി എത്ര 24 മൈനസ് ബി മൈനസ് 24 പ്ലസ് ഓർ മൈനസ് റൂട്ടിന്റെ ഉള്ളിൽ കിട്ടിയ വില ബി സ്ക്വയർ മൈനസ് 4ac ആണ്. അത് എത്രയാ 400 400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എത്രയാ 4. അപ്പോൾ എന്ത് കിട്ടും മൈനസ് 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് 400 എത്രയാ 400 വർഗ്ഗമൂലം 20 ബൈ 4 ഇൻറ്റു 8. അപ്പോൾ എക്സിന് 24 പ്ലസ് ഓർ മൈനസ് 20 ബൈ രണ്ട് വിലകളുണ്ട് അല്ലേ. നമുക്ക് മാറ്റി മാറ്റി എഴുതാലോ. ഒന്നെങ്ങനെ എഴുതാം മൈനസ് 24 പ്ലസ് 20 ബൈ 8. വേറെന്ത് എഴുതാം മൈനസ് 24 മൈനസ് 20 ബൈ 8. ഇവിടെ എന്താ കിട്ടുക മൈനസ് 24 പ്ലസ് 20 ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ആണെങ്കിൽ മൈനസ് അല്ല വലുതിന്റെ സൈൻ ഇടാം. അപ്പൊ എന്താ കിട്ടും 4/8. വാട്ട് ഈസ് 4/8? 4/8 കട്ട് ചെയ്യാം 1/2. ഇവിടെ സൈൻ എന്തുണ്ട് മൈനസ്. ഇവിടെ എന്ത് കിട്ടും രണ്ട് മൈനസ് ആണ്. അപ്പൊ രണ്ട് ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇടാം. അപ്പൊ എത്ര കിട്ടി മൈനസ് 44 ഡിവൈഡഡ് ബൈ 8. 44 8 4 കട്ട് ചെയ്യാം 4 44 11 ടൈംസ് 8 2 ടൈംസ് മൈനസ് 11/2. അപ്പൊ എക്സിന് ഏതൊക്കെ കിട്ടി മൈനസ് 1/2 മൈനസ് 11/2 അല്ലെ. എക്സിന് ഏതൊക്കെ കിട്ടി മൈനസ് 1/2 എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 11/2. ഈ ആൻസർ തന്നെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത് മൈനസ് 1/2 മൈനസ് 11/2. അപ്പൊ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്താലും ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്താലും ഒരേ ആൻസർ കിട്ടാൻ മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഓരോ പ്രോബ്ലം ഏതാണോ എളുപ്പം ആ എളുപ്പത്തിനനുസരിച്ച് ചെയ്യാം. ഇന്ന മെത്തേഡൊന്നുമില്ല. ചില പ്രോബ്ലം ചെയ്യാൻ സ്ക്വയർ കംപ്ലീഷൻ ആയിട്ട് എളുപ്പം. അപ്പൊ അതങ്ങനെ ചെയ്യാം. ഇങ്ങനെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലാതെ ഒക്കെ വരിക, അതുപോലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഈവൺ നമ്പർ അല്ലാതെ വരിക. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ ഒക്കെ വരും. അപ്പൊ സ്ക്വയർ കംപ്ലീഷൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്തായാലും ശരി എല്ലാ പ്രോബ്ലം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ രണ്ട് പ്രോബ്ലം കൂടി ഞാൻ ചെയ്തുതരാം. ഓക്കെ. അപ്പൊ വേറെ പ്രോബ്ലം നോക്കൂ. x square minus 2x minus 24 equal to 0. ഇവിടെ പ്ലസും മൈനസും ഒക്കെ മാറി മാറി വരാം. ഫസ്റ്റ് ചെയ്താൽ എല്ലാം പ്ലസ് ആയിരുന്നു അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുക മൈനസ് കാണാണ്ട് അല്ലെ. അപ്പൊ നോക്കുക ആദ്യം ഞാൻ പറഞ്ഞു എ എഴുതുക. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് 1. ബി ഈക്വൽ ടു എക്സിന്റെ കോഎഫിഷ്യന്റ് അത് ഏതാ അവിടെ 2 അല്ല. ഏതാണ് -2. സിഒ കോൺസ്റ്റന്റ് അത് ഏതാ അവിടെ -24. അതായത് ഈ മൈനസ് സൈൻ കൂടി കൂടെ എടുക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റൂട്ടാ. നമ്മുടെ ഇക്വേഷൻ എന്താണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ആദ്യം റൂട്ടിന്റെ ഉള്ള കണ്ടുപിടിക്കാം. ബി സ്ക്വയർ ഇവിടെ നോക്കുക ബി -2 ആണ്. അപ്പൊ -2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 1 സി -24. What is -2 square? -2 into -2 plus 4. നോക്കൂ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇൻറ്റു ഒരു മൈനസ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും പ്ലസ് ആവും. 24 ഇൻറ്റു 4 4 16 4 8 9 96 കിട്ടും. 4 96 കൂട്ടിയാൽ 100. That is b square minus 4ac കിട്ടി 100. ഓക്കെ. ഇത് നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. What is x equal to മൈനസ് ബി. ഇവിടെ ശ്രദ്ധിക്കേട്ടാ ബി -2 ആണ്. ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ എന്താണ് ആദ്യം ഇക്വേഷനിൽ മൈനസ് അവിടെ എഴുതി. ഇനി ബിയുടെ വാല്യൂ എന്താണ് -2 ആണ്. അപ്പൊ മൈനസ് ബ്രാക്കറ്റ് -2 പ്ലസ് ഓർ മൈനസ് റൂട്ടിന്റെ ഉള്ളിൽ എത്ര എഴുതാം 100 ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ 2 ഇൻറ്റു 1. അപ്പൊ x ഈക്വൽ ടു ഈ മൈനസ് എന്താ പറഞ്ഞേ +2 ആയില്ലേ. യെസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 100 എത്രയാ 10 all divided by 2. രണ്ടായിട്ട് എഴുതൂ. ഒന്ന് എന്താ എഴുതാം 2 plus 10/2. അടുത്തത് 2 minus 10/2. പ്ലസ് ചെയ്യുമ്പോൾ 12/2. What is 12/2? 6. ഇവിടെ എന്താ കിട്ടും 2 minus 10 minus 8/2. X is equal to
minus 4. അപ്പോൾ എക്സിന് എത്ര വാല്യൂസ് കിട്ടി? 2 വാല്യൂസ്. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ ആണോ എളുപ്പം ഇതാണോ എളുപ്പം നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. x സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 ഈക്വൽ ടു 0. ഇവിടെ a എന്താണ്? a is equal to 1. b എന്താ? x ന്റെ കോഎഫിഷ്യന്റ് മൈനസ് 4. c എന്താണ്? പ്ലസ് 2 ആണ് അല്ലേ? അപ്പോൾ b സ്ക്വയർ x ന്റെ വാല്യൂ ആണ് മൈനസ് b പ്ലസ് 4 മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ആദ്യം b മൈനസ് 4ac കണ്ടുപിടിക്കാം. വാട്ട് ഈസ് b? മൈനസ് 4. അപ്പോൾ b സ്ക്വയർ എന്ന് പറയുമ്പോൾ minus 4 square minus 4 into a 3 1 c 2 that's equal to minus 4 the square minus 4 into minus 4 plus 16 minus 4 into 2 8 16 8 കുറച്ചു അപ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. മൈനസ് b മൈനസ് 4. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വേഷനിലുള്ള മൈനസ് ആണിത്. ബിയുടെ വാല്യൂ മൈനസ് 4 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് 8 ആണ് കിട്ടിയത്. ഓൾ ഡിവൈഡഡ് ബൈ 2 into a 2 into 1. അതായത് മൈനസ് മൈനസ് പ്ലസ് ആയി സ്ക്വയർ റൂട്ട് ഓഫ് 8 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സുഖമില്ല. ഇനി നിവൃത്തിയില്ല, നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ അവസാനിപ്പിക്കാം. അല്ല സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഈ റൂട്ട് 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷെ റൂട്ട് 8 നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ ഇറേഷണൽ നമ്പേഴ്സിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 8നെ 4 into 2. 4ന് റൂട്ട് ഉണ്ടല്ലോ 2. എന്നിട്ട് എന്ത് ചെയ്യുക? റൂട്ട് 2നെ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതാം. അപ്പൊ റൂട്ട് 8നെ എങ്ങനെ എഴുതാം? 2 റൂട്ട് 2. അപ്പൊ ഞാൻ ഇതിനെ മാറ്റാൻ പോവാ കേട്ടോ. 4 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 2 ഓൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇവിടെ 4ല് 2, ഇവിടെ 2, ഇവിടെ 2, എല്ലാത്തിനും 2 ഔട്ട് സൈഡ് എടുക്കാൻ പോവാം. അപ്പൊ എന്ത് കിട്ടി? 2 into 4ന് 2 ഔട്ട് സൈഡ് എടുത്ത ബാലൻസ് 2 പ്ലസ് ഓർ മൈനസ് 2 പുറത്ത് പോയി ബാക്കി റൂട്ട് 2 ഓൾ ഡിവൈഡഡ് ബൈ 2. ഈ 2 കട്ട് ചെയ്ത് പോയി. അപ്പൊ എന്ത് കിട്ടി? 2 പ്ലസ് റൂട്ട് 2 2 മൈനസ് റൂട്ട് 2. അതായത് എക്സിന് 2 വാല്യൂസ് കിട്ടി. ഒന്ന് 2 പ്ലസ് റൂട്ട് 2 കിട്ടി. അടുത്ത എക്സിന് കിട്ടിയത് 2 മൈനസ്. അപ്പൊ നമ്മൾ മുമ്പ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ചെയ്ത എല്ലാ പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഇക്വേഷൻ വെച്ച് ഒന്ന് ചെയ്ത് നോക്കാൻ. നിങ്ങൾക്ക് ഒരേ ആൻസർ തന്നെ കിട്ടുക, യാതൊരു മാറ്റമില്ല. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾ ഉപയോഗിക്കും. ലാസ്റ്റ് കണക്ക്, ലാസ്റ്റ് അതായത് ഒരു കണക്ക് കൂടി ഞാൻ ചെയ്തു തരാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, എക്സിന്റെ കോഎഫിഷ്യന്റ് 1. അപ്പൊ a is equal to 1, b is equal to 1, c is equal to 1. എന്താണ് നമ്മുടെ ഇക്വേഷൻ? മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. റൂട്ട് കണ്ടുപിടിച്ച് നോക്കൂ. b സ്ക്വയർ മൈനസ് 4ac ഒന്ന് ചെയ്ത് നോക്കാലോ. എന്താ വരിക? b സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 4 into a എന്താണ്? 1. c എന്താണ്? 1. ഓക്കെ, 1 സ്ക്വയർ is 1 minus 4. What is 1 minus 4? Minus 3. What is 1 minus 4? What is 1 minus 4? Minus 3. അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ മൈനസ് b മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 3 ബൈ 2 into 1 2. അതായത് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ടിന്റെ ഉള്ളിൽ എന്ത് വന്നു? എന്താ വന്ന റൂട്ടിന്റെ ഉള്ളിൽ? മൈനസ് 3. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു നെഗറ്റീവ് നമ്പറിന് എന്ത് കാണാൻ പറ്റില്ല? സ്ക്വയർ റൂട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണ്? ഇപ്പോ തൽക്കാലം ഇതിന് വില ഇല്ല. സോ ദർ ഇസ് നോ വാല്യൂ ഇൻ എക്സ്. കാരണം നോ റൂട്ട്സ് ഫോർ ദി നെഗറ്റീവ് നമ്പർ അല്ലെ. നെഗറ്റീവ് നമ്പേഴ്സിന് റൂട്ട് സ്ക്വയർ റൂട്ട് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ എക്സിന് വില ഇല്ല. അപ്പൊ ചില പ്രോബ്ലം ഇങ്ങനെ റൂട്ട് ഉണ്ടോ ഇല്ലേ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. നമുക്കൊരു റെക്ടാങ്കിളിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഡയഗണലിന്റെ ലെങ്ത് ഇന്നതാവാൻ പറ്റുമോ ഇല്ലേ? അങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ എല്ലാം ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നതിന് പകരം ഈ റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന വാല്യൂ മാത്രം ചെക്ക് ചെയ്യുക. റൂട്ടിന്റെ ഉള്ളിൽ വരുന്നത് യെസ് നെഗറ്റീവ് ആണെങ്കിൽ റൂട്ട് ഇല്ല എന്ന് എഴുതാം. അപ്പൊ വളരെ ഈസി ആയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് 2 ടൈപ്പ് ഒക്കെ പഠിച്ചു. ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഇതിൽ ഏതാണോ ഈസി അത് നിങ്ങൾ എക്സാമിന് എഴുതുക. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോ 4 ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നു. ഇതേപോലെ ഒരു 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 8 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഇക്വേഷൻ ഉപയോഗിച്ചൊന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട്
അതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ക്വയർ കംപ്ലീഷൻ ആണോ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളത് നോക്കുക. ഏറ്റവും ഈസി മെത്തേഡ് നിങ്ങളുടെ എക്സാമിൽ ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇതിൽ ഒരു ടൈപ്പും കൂടി വരും കേട്ടോ, ടൈപ്പ് 3. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഫാക്ടറൈസേഷൻ മെത്തേഡാണ്, ടെക്സ്റ്റ് ഇല്ലാത്തതാണ്. എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ചില പ്രോബ്ലംസ് അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ 3 സ്റ്റെപ്പ് കൊണ്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.